നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അതിപ്രധാനപ്പെട്ട ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ത്രംബക മന്ത്രം എന്നറിയപ്പെടുന്ന മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ. മൃത്യുവിനെ ജയിക്കാൻ പോലും ഈ മന്ത്രത്തിന് സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ വിശേഷം. ത്രംബക മന്ത്രം അഥവാ മഹാമൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്ന ഒരാളെ അകാല മൃത്യു തിരിഞ്ഞു നോക്കുകയില്ല എന്നാണ് വിശ്വാസം. ഈ മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ കുറിച്ച് അറിയാത്തവർ വിരളമായിരിക്കും. ശനിയുടെ ഉൾപ്പെടെ ദോഷാധിക്യം കൂടുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാനായിട്ട് ഏവർക്കും ഈ മൃത്യുഞ്ജയ മന്ത്രത്തെ ജപിക്കാം. എല്ലാവിധത്തിലുള്ള ഗ്രഹപ്പിഴകൾ, ദശാപഹാരത്തിലെ അനുകൂലമല്ലാത്ത അവസ്ഥകൾ, അത്യധികമായിട്ടുള്ള രോഗങ്ങൾ വരുമ്പോൾ, അങ്ങനെ എല്ലാവിധത്തിലുള്ള ദുരിതാനുഭവങ്ങൾക്ക് ശമനത്തിനു വേണ്ടി നമുക്ക് മൃത്യുഞ്ജയ മന്ത്രത്തെ ജപിക്കാവുന്നതാണ്. മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി, ഹോമം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന പക്ഷം അത് മഹാദേവന് പ്രീതികരമാണ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കൂടിയാണ്. നമുക്കിന്ന് മൃത്യുഞ്ജയ മന്ത്രത്തിന്റെ പ്രാധാന്യവും അതിന്റെ അർത്ഥതലങ്ങളും തുടങ്ങിയ എല്ലാ സമ്പൂർണമായിട്ടുള്ള കാര്യങ്ങളെ പരിചയപ്പെടാം. മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതിന് മുമ്പായി മഹാദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ധ്യാനമന്ത്രത്തെ ചൊല്ലേണ്ടതാണ്. ധ്യാനം എന്നാൽ മഹാദേവനെ സങ്കല്പിക്കുക എന്നുള്ളതാണ്. ആ ധ്യാനത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ അർത്ഥം അറിഞ്ഞുകൊണ്ട് സങ്കല്പിച്ച് മൃത്യുഞ്ജയ മന്ത്രം പിന്നീട് ചൊല്ലേണ്ടതാണ്. ആദ്യം നമുക്ക് ധ്യാനത്തെ ചൊല്ലി നോക്കാം. ഹസ്താഭ്യാം കലശദ്വയാമൃതരസൈരാപ്ലാവയന്തം ശിരോദ്വാഭ്യാം തം ദദതം മൃഗാക്ഷ വലയോദ്വാഭ്യാം വഹന്തം പരം അംഗന്യസ്ത കരദ്വയാമൃതഘടം കൈലാസ കാന്തം ശിവം സ്വച്ഛാം ഭോജഗതം നവേന്ദു മുകുടം ദേവം ത്രിനേത്രം ഭജേ. ഇനി നമുക്ക് ഈ മന്ത്രത്തിന്റെ അർത്ഥം ഒന്ന് പരിശോധിക്കാം. രണ്ട് കൈകളിൽ വെള്ളം നിറച്ച കുംഭങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും മറ്റു രണ്ട് കൈകളിൽ നിന്ന് ആ കുംഭങ്ങളിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് സ്വന്തം ശിരസിൽ നനച്ചുകൊണ്ടും പിന്നീട് കൈകളിൽ ഓരോ പൂർണ്ണ ജലകുംഭം എടുത്തുകൊണ്ട് മടിയിൽ വെച്ചുകൊണ്ടും അനന്തരം രണ്ട് കൈകളിൽ രുദ്രാക്ഷമാലയെയും മാനിനെയും ധരിച്ചുകൊണ്ടും സ്വശിരസിലുള്ള ചന്ദ്രനിൽ നിന്ന് സ്രവിക്കുന്ന അമൃതരസത്തിൽ ആറാടിക്കൊണ്ടും ശ്രീ പാർവതിയോടൊപ്പം താമരപ്പൂവിൽ ഇരിക്കുന്ന മുക്കണ്ണനായിട്ടുള്ള മൃത്യുഞ്ജയ മൂർത്തിയെ ഞാൻ ഭജിക്കുന്നു. ഇപ്രകാരമുള്ള ശിവപാർവതി രൂപത്തെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് വേണം മൃത്യുഞ്ജയ മഹാമന്ത്രത്തെ പിന്നീട് ജപിക്കുവാൻ. എല്ലാവിധത്തിലുള്ള ജാതകത്തിലെ ആയുർദോഷങ്ങളെ ഇല്ലാതാക്കാൻ മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതിലൂടെ സാധിക്കും. കൂടാതെ അപമൃത്യു ദോഷത്തെ ഇല്ലാതാക്കും. ഈ മന്ത്രം ജപിക്കുന്നവരെ അപമൃത്യു തിരിഞ്ഞു നോക്കുകയില്ല എന്നാണ്. വിവിധ ദ്രവ്യങ്ങളെ കൊണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കുമായിട്ട് ഈ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചുകൊണ്ട് മൃത്യുഞ്ജയ ഹോമത്തിൽ ആ ദ്രവ്യങ്ങളെ ഹോമിക്കാവുന്നതാണ്. അതെല്ലാം കാര്യസാധ്യത നേടിക്കൊടുക്കുന്നതാണ്. ധനലാഭത്തിന് പോലും മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് ഹോമിക്കാവുന്നതാണ്. കൂളച്ചവത 10,000 തവണ ഹോമിച്ചാൽ ധനലാഭം ഉണ്ടാകുന്നതാണ് എന്നാണ്. അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഹോമഫലങ്ങൾ ഓരോ ആവശ്യത്തിനുമായിട്ടുണ്ട്. ഏതാണ്ട് 23ഓളം ഇത്തരത്തിൽ ദ്രവ്യങ്ങൾ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് മൃത്യുഞ്ജയ ഹോമത്തിൽ ഹോമിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ മന്ത്രം പ്രധാനമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടെങ്കിൽ അത്തരം ഹോമിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ധ്യാനമന്ത്രത്തെ ചൊല്ലിയതിനു ശേഷം ഛന്ദസ് ചൊല്ലിക്കൊണ്ട് നമുക്ക് മന്ത്രജപത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ഛന്ദസ് ഒന്ന് പരിചയപ്പെടാം. മൂർധാവിൽ ഇപ്രകാരം തൊട്ടുകൊണ്ട് വസിഷ്ഠ ഋഷി അനുഷ്ടുപ്പ് ഛന്ദഃ, അത് മൂക്കിന് താഴെയാണ്. അതിനുശേഷം ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് പാർവതീപതി ത്രംബക രുദ്രോ ദേവത എന്ന ഛന്ദസ് ചൊല്ലുക. ഛന്ദസ് എന്നാൽ വൃത്തം എന്നാണ് അർത്ഥം. ഛന്ദസ് ചൊല്ലുക എന്ന് പറയുമ്പോൾ വൃത്തത്തെ ഉൾപ്പെടെ ചൊല്ലുക എന്നുള്ളതാണ്. അതായത് ആദ്യം മൂർധാവിൽ തൊട്ടുകൊണ്ട് മന്ത്രം എഴുതിയ മന്ത്രദ്രഷ്ടാവായിട്ടുള്ള ഋഷിയെ ഓർക്കുക. വസിഷ്ഠ ഋഷിയാണ് ഇവിടെ. വസിഷ്ഠ ഋഷി പിന്നീട് ഛന്ദസ് അഥവാ സംസ്കൃത വൃത്തത്തെ ചൊല്ലുക. അനുഷ്ടുപ് ഛന്ദഃ. അതിനുശേഷം ഹൃദയത്തിൽ ചേർത്തുകൊണ്ട് മന്ത്രത്തിന്റെ ദേവതയെ നാം ഓർക്കുക. പാർവതീപതി ത്രംബക രുദ്രോ ദേവത. ഇപ്രകാരം ഛന്ദസ് ചൊല്ലിയതിനു ശേഷം വേണം മന്ത്രത്തെ ചൊല്ലാൻ, അതായത് മൃത്യുഞ്ജയ മന്ത്രത്തെ ജപിക്കുവാൻ. ഇനി നമുക്ക് മൃത്യുഞ്ജയ മന്ത്രത്തെ പരിചയപ്പെടാം. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകം ഇവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഓം ത്രംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർമുക്ഷീയമാമൃതാത്. ഇപ്രകാരം നിങ്ങൾക്ക് സാധിക്കുന്നത്ര തവണ ഈ മന്ത്രത്തെ ജപിക്കുക. 108 തവണ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. അതിൽ കൂടുതൽ തവണ സാധിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. സമയക്കുറവുള്ളവർക്ക് 9, 12, 21,
36, 54 എന്നീ തവണകളിലൊക്കെ ജപിക്കാവുന്നതാണ്. മന്ത്രം നമ്മളുടെ ആവശ്യാനുസരണം ആ നിശ്ചിത തവണ ജപിച്ചതിനു ശേഷം വീണ്ടും ഛന്ദസ് ചൊല്ലുക, ഛന്ദസ് വിടുക എന്ന് പറയും. വസിഷ്ഠ ഋഷി അനുഷ്ടുപ് ഛന്ദ പാർവതീപതി ത്രംബക രുദ്രോ ദേവത. അതിനുശേഷം മന്ത്രം ചൊല്ലിയതിനു ശേഷം ആ മന്ത്രത്തെ നമ്മുടെ ശരീരത്തിലേക്ക് ഇപ്രകാരം കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട് ആവാഹിച്ച് ശരീരത്തിലാകെ തലോടാവുന്നതാണ്. ആ മന്ത്രത്തിന്റെ പൂർണ്ണ ഗുണം നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നതാണ്. മന്ത്രജപത്തിന് ശേഷം ശരീരത്തിനും മനസ്സിനും ഒരു പ്രത്യേക ഉണർവ് ലഭിക്കുന്നതാണ്. നിത്യം ഈ മന്ത്രത്തെ നിങ്ങൾക്ക് പറ്റുന്ന തവണ ജപിക്കുക. വളരെ സമയക്കുറവുള്ളവരാണെങ്കിൽ 9 പ്രാവശ്യമെങ്കിലും ഇത് ജപിക്കുക. കൃത്യമായിട്ട് മന്ത്രത്തെ നിത്യം ജപിക്കുക. അതിന്റെ പ്രയോജനങ്ങൾ അനുഭവിച്ചറിയുക. ദീർഘായുസിനും എല്ലാവിധത്തിലുള്ള ആയുർദോഷ പരിഹാരത്തിനും അപവൃത്തികളിൽ നിന്ന് മോചനത്തിനും ഒക്കെ നമുക്ക് ഈ മന്ത്രത്തെ ഉപയോഗിക്കാം. കൂടാതെ നിരവധിയായിട്ടുള്ള കാര്യസാധ്യങ്ങളുണ്ട്. അതൊക്കെ ആവശ്യമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ പ്രതിപാദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.